മൊറോക്കോ ഇന്നൊരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ലോകമെമ്പാടും നിന്നും വിനോദസഞ്ചാരികൾ ഒഴുകുന്നയിടം. വ്യത്യസ്തമായ ഭൂപ്രകൃതിയും സവിശേഷമായ സംസ്കാരവും സുഖകരമായ കാലാവസ്ഥയുമെല്ലാം ഈ രാജ്യത്തെ വിനോദസഞ്ചാര രംഗത്ത് ആകർഷകമാക്കുന്നു. ലോക ടൂറിസം ഭൂപടത്തിൽ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തിലേക്കാണ് സിറ്റി ടൂറിലൂടെ നാം ഇന്ന് കടന്നു ചെല്ലുന്നത്. ബോ റെഗ്രഗ് നദിയുടെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും സാന്നിധ്യമായിരുന്നു നഗരത്തിന്റെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും കാരണം. പിന്നീട് മൊറോക്കോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഔദ്യോഗിക തലസ്ഥാനമായി റബാത്തിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ മൊറോക്കൻ നഗരങ്ങളിൽ 7ാമതാണ് റബാത്ത്. അതുപോലെ വലിപ്പം കൊണ്ട് 2ാമതും. കസ്ബയും മെദീനയും അടക്കം നിരവധി ചരിത്ര സ്മാരകങ്ങൾ റബാത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. മ്യൂസിയങ്ങളടക്കം ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളും. തനതായ മൊറോക്കൻ സംസ്കാരവും ഇവിടെ നിങ്ങൾക്ക് അവിസ്മരണീയമായ ഓർമ്മകൾ സമ്മാനിക്കും. പോകാം റബാത്തിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് റബാത്ത് നഗരത്തിലെ പ്രധാനപ്പെട്ട 9 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം കസ്ബ ഓഫ് ഉദയാസ്, തുടർന്ന് കോർണിഷ് ബോ റെഗ്രഗ്, അടുത്തത് റബാത്ത് മെദീന, പിന്നെ ഹസൻ ടവർ, തുടർന്ന് മുസോളിയം ഓഫ് മുഹമ്മദ് V. അവിടെ നിന്നും മുഹമ്മദ് VI മ്യൂസിയം ഓഫ് മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ട്. അടുത്തതായി ചെല്ല കാസിൽ, പിന്നെ റബാത്ത് സൂ, അവസാനമായി ബൗസ്നിക്ക പ്ലാഷ്. കസ്ബ ഓഫ് ഉദയാസ് എന്ന ചരിത്ര സ്മാരകത്തിൽ നിന്നും തന്നെ ഈ യാത്ര ആരംഭിക്കാം. കസ്ബ ഓഫ് ഉദയാസ് എന്ന വാക്കിനർത്ഥം നദീതടത്തിലെ കോട്ട നഗരം എന്നാണ്. ബോ റെഗ്രഗ് നദിയുടെ തീരത്തും അതിലേക്ക് ഒഴുകിയിരുന്ന വാദികളിലുമായി സ്ഥിതി ചെയ്യുന്ന കോട്ടയായതിനാൽ ലഭിച്ച പേരാണത്. ഇവിടെ ആദ്യമായി കോട്ട ഉയർന്നത് 12ാം നൂറ്റാണ്ടിലാണ്. പിന്നീട് പല ഘട്ടങ്ങളിലായി കൂട്ടിച്ചേർക്കലുകൾ വരുത്തി ഇന്നു കാണുന്ന വലിപ്പം കൈവരിക്കുകയായിരുന്നു. കസ്ബയ്ക്കുള്ളിൽ ഇപ്പോഴും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളടക്കം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ കസ്ബയുടെ പരിപാലനവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ജനജീവിതം തുടരുന്നുണ്ടെങ്കിലും പൗരാണികത നഷ്ടമാകുന്ന രീതിയിലുള്ള നടപടികൾ ഒരിടത്തും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കസ്ബയ്ക്കുള്ളിലൂടെ നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയ അനുഭവമാണ് ഉണ്ടാവുക. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റിയും. ചില മ്യൂസിയങ്ങളും ഇപ്പോൾ കസ്ബയ്ക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. കസ്ബയിലെ ഏറ്റവും ആകർഷകമായ ഭാഗം മുകളിലുള്ള വിശാലമായ ടെറസാണ്. ഇവിടെ നിന്നും നഗരത്തിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ബോ റെഗ്രഗ് നദിയുടെയും വിശാലമായ കാഴ്ചകൾ കാണാം. ഷോപ്പിംഗ് ആണ് കസ്ബയിലെ മറ്റൊരു രസകരമായ ആക്ടിവിറ്റി. കോട്ടയ്ക്കുള്ളിൽ സുവനീർ ഷോപ്പുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നാടൻ കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ എന്നിങ്ങനെ
പലതരം വസ്തുക്കൾ ഇവിടെ ലഭിക്കും. ബോ റഗ്രഗ് കോർണിഷ് ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ബോ റഗ്രഗ് നദിക്കരയിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ പ്രൊമനേഡ്. വളരെ വൃത്തിയോടെ സംരക്ഷിക്കുന്ന കോർണിഷ് റബാത്ത് നഗരവാസികൾ സായന്തനങ്ങളിൽ സമയം ചെലവിടാൻ എത്തുന്ന ഇടം കൂടിയാണ്. നദിയുടെയും ചുറ്റുവട്ട പ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നും ആസ്വദിക്കാനാകും. നദിയും കടലും ചേരുന്ന ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കസ്ബ ഓഫ് ഉദയാസ് ആണ് ഇതിലേറ്റവും ആകർഷകം. നദിക്കപ്പുറം റബാത്ത് നഗരഭാഗങ്ങളും കാണാം. ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് പ്രൊമനേഡിലൂടെ അലസമായി നടക്കുകയോ ഇരിപ്പിടങ്ങളിൽ വിശ്രമിക്കുകയോ ചെയ്യാം. ഇരുട്ട് പരന്ന് വിളക്കുകൾ തെളിയുന്നതോടെ പ്രൊമനേഡിൽ നിന്നുള്ള കാഴ്ചകൾ കൂടുതൽ ഗംഭീരമാവുന്നു. നിരവധി റെസ്റ്റോറന്റുകളും ഫുഡ് സ്റ്റാളുകളും പ്രൊമനേഡിലും വശങ്ങളിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. തനത് നാടൻ വിഭവങ്ങൾ ചൂടോടെ വിളമ്പുന്ന ഭക്ഷണശാലകളാണിവ. ഇതിൽ തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ് ലേ ധോ എന്ന പത്തേമാരി. കേരളത്തിലെ ബേപ്പൂരിലായിരുന്നു 12 കോടി വിലയുള്ള പത്തേമാരിയുടെ നിർമ്മാണം. നിർമ്മിച്ച കമ്പനിയുടെയും മലയാളിയായ മേസ്തിരി നാരായണന്റെയും പേരുകൾ കപ്പലിലെ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. ധോ യാത്ര ചെയ്യുന്നില്ല, ഇവിടെ തന്നെ നങ്കൂരമിട്ട് കിടക്കുകയാണ്. റെസ്റ്റോറന്റ്, ബാർ, ക്ലബ്ബ് എന്നിവ 3 നിലയുള്ള പത്തേമാരിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇനി നമുക്ക് റബാത്തിലെ ഓൾഡ് ടൗൺ ഏരിയയായ മെദീന കാണാൻ പോകാം. പൗരാണിക ഭാവമുള്ള കെട്ടിടങ്ങളും തെരുവുകളും ഉൾപ്പെടുന്ന ചരിത്ര കേന്ദ്രമാണിത്. നൂറ്റാണ്ടുകളോളം നഗരത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഇവിടെയാണ്. നഗരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയും കുറഞ്ഞും ഇരുന്ന കാലഘട്ടങ്ങളിലും ഇവിടെ വാണിജ്യം വളരെ സജീവമായിരുന്നു. ഇന്ന് മെദീനയെ ഒരു ചരിത്ര സ്മാരകമായി ഗവൺമെന്റ് സംരക്ഷിച്ചു വരികയാണ്. പഴമയുടെ സൗന്ദര്യം തുളുമ്പുന്ന കെട്ടിടങ്ങളെല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പ്രധാന തെരുവുകളും ഇടത്തെരുവുകളും ഉൾപ്പെടുന്ന ശൃംഖലയാണ് മെദീനയിലുള്ളത്. പാതയോരങ്ങളിലെല്ലാം ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുള്ള ഷോപ്പുകൾ പ്രവർത്തിക്കുന്നു. മൊറോക്കൻ പാരമ്പര്യത്തിലുള്ള കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇവ പ്രദർശിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ മനോഹരമായൊരു ദൃശ്യവിരുന്നായും മെദീന മാറുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഗൾഫിലെ സൂക്കുകളുടെ മാതൃകയിലാണ് ഷോപ്പിംഗ് സ്ട്രീറ്റുകളുടെ നിർമ്മാണം. ഓൾഡ് മാർക്കറ്റ് എന്ന പ്രധാന വാണിജ്യ തെരുവിനെ മേൽക്കൂരയും മറ്റും നൽകി സൂക്കാക്കി നവീകരിച്ചിട്ടുമുണ്ട്. ഇവിടെ സന്ദർശിക്കേണ്ട മറ്റൊരിടം ആർട്ട് ബസാറാണ്. നാടൻ കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഇവിടെ നേരിട്ട് കാണാനാകും. മനോഹരവും വ്യത്യസ്തവുമായ ചിത്രങ്ങളാണ് ഇതിലേറ്റവും ആകർഷകം. ഇനി നമുക്ക് കാണേണ്ടത് കൗതുകമുണർത്തുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. ഹസൻ ടവർ. പണിതീരാത്ത മോസ്കിന്റെ പണിതീരാത്ത മിനാരം എന്നിതിനെ വിശേഷിപ്പിക്കാം. യാക്കൂബ് അൽ മൻസൂർ എന്ന ബർബർ രാജാവ് 1191 മോസ്ക് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ മോസ്ക് നിർമ്മിക്കുകയായിരുന്നു മൻസൂറിന്റെ ആഗ്രഹം.
മിനാരം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയതായിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ 1199 മൻസൂർ രാജാവ് അന്തരിച്ചതോടെ നിർമ്മാണം മുടങ്ങി. പിന്നീട് ഒരിക്കലും പണികൾ പുനരാരംഭിച്ചതുമില്ല. കാലക്രമത്തിൽ നഗരത്തിലെ മറ്റ് നിർമ്മാണങ്ങൾക്ക് ഇവിടെ നിന്നും ശേഖരിച്ച കല്ലുകളാണ് ഉപയോഗിച്ചത്. 1755 ഭൂകമ്പം അവശേഷിക്കുന്ന ഭാഗങ്ങളും തകർത്ത് കളഞ്ഞു. മോസ്ക് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നഗരത്തിൽ പലയിടങ്ങളിൽ നിന്നായി ലഭിച്ച തൂണിന്റെ അവശേഷിപ്പുകൾ ഇവിടെ പുനഃസ്ഥാപിച്ചു. ഹസൻ ടവറിനോട് ചേർന്നുള്ള മുറ്റത്ത് കാണുന്നത് ആ തൂണുകളുടെ ഭാഗങ്ങളാണ്. തൂണുകൾ നിരന്നു നിൽക്കുന്ന അങ്കണം കാണുമ്പോൾ ഇവിടെ എത്ര വലിയ മോസ്കാണ് ഉയരേണ്ടിയിരുന്നതെന്ന് മനസ്സിലാകും. ഹസൻ ടവറിന് 44 മീറ്റർ ഉയരമാണുള്ളത്. 80 മീറ്റർ വരെ ആയിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്ന് ഗവേഷകർ കരുതുന്നുണ്ട്. സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ച മിനാരം കാലങ്ങൾക്കിപ്പുറം കാര്യമായ തകരാറുകളൊന്നും കൂടാതെ നിലനിൽക്കുന്നുവെന്നത് മറ്റൊരു അത്ഭുതമാണ്. മോസ്കിനും മിനാരത്തിനും ഭൂമിക്കടിയിലും ചേംബറുകളുണ്ട്. ഇവിടേക്ക് ഇറങ്ങാൻ ഇപ്പോൾ പടവുകൾ സജ്ജമാണ്. ഈ മുറ്റത്തോട് ചേർന്ന് തന്നെ പഴയ നഗരമതിലിന്റെ അവശേഷിപ്പുകളും കാണാം. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ഇനി കാണേണ്ടത് ഹസൻ ടവറിനോട് ചേർന്നുള്ള മുസോളിയമാണ്. മുഹമ്മദ് 5 രാജാവിന്റെ ശവകുടീരം. 1927 മുതൽ 1961 വരെയുള്ള കാലത്ത് മൊറോക്കോയുടെ അവസാന സുൽത്താനായും ഫ്രഞ്ചുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ശേഷം കിങ്ഡം ഓഫ് മൊറോക്കോയുടെ തലവനായും ഭരണം നടത്തിയ ആളാണ് അദ്ദേഹം. രാജ്യത്തെ കൊളോണിയൽ ശക്തികളിൽ നിന്നും മോചിപ്പിക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടിയ മുഹമ്മദ് 5 വീരപരിവേഷമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ആ ആദരവിന്റെ പ്രതീകമായി ഈ മുസോളിയത്തെ കണക്കാക്കാം. മുസോളിയത്തിന്റെ രൂപരേഖ തയ്യാറാക്കി നിർമ്മാണം നടത്തിയത് ഒരു വിയറ്റ്നാമീസ് ആർക്കിടെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചില വിയറ്റ്നാമീസ് ഘടകങ്ങൾ നിർമ്മിതികളിൽ അങ്ങിങ്ങായി കാണാൻ കഴിയും. മുസോളിയത്തിൽ ഒരറ്റത്തുള്ളത് മനോഹരമായ പവലിയനാണ്. അറബ് ശൈലിയിൽ നിർമ്മിച്ച് ജിയോമെട്രിക് പാറ്റേണുകൾ നൽകിയ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ച മണ്ഡപം. മധ്യത്തിലായുള്ള സാൻഡ്സ്റ്റോൺ മന്ദിരമാണ് സമുച്ചയത്തിലെ മോസ്ക്. കോംപ്ലക്സിലെ 3ാമത്തെ മന്ദിരത്തിൽ മുഹമ്മദ് 5 മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയേറിയ നിർമ്മിതിയും ഇതാണ്. മരതകപ്പച്ച നിറമുള്ള പിരമിഡ് മേൽക്കൂരയുടെ അടിയിലാണ് മുഹമ്മദ് 5 കല്ലറ.
അതിമനോഹരമായി അലങ്കരിച്ച ചേംബറിൽ സ്ഥാപിച്ചിട്ടുള്ള കല്ലറയും ഒരു ഗംഭീര കാഴ്ചയാണ്. മുഹമ്മദ് അഞ്ചാമന്റെ 2 മക്കളുടെ ശരീരങ്ങളും ഇവിടെ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. ഒരു ആർട്ട് ഗ്യാലറിയാണ് അടുത്ത കാഴ്ച. മുഹമ്മദ് 6th മ്യൂസിയം ഓഫ് മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ട്. ആധുനിക ശൈലികളിലുള്ള മനോഹരമായ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള വിശാലമായ ഗ്യാലറി. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലുള്ള രചനകളാണ് ഇവിടെയുള്ളത്. 200ഓളം കലാകാരന്മാരുടെ സൃഷ്ടികൾ ഇതിൽ ഉൾപ്പെടും. എല്ലാവരും മൊറോക്കോ സ്വദേശികൾ തന്നെയാണെന്നതാണ് പ്രത്യേകത. പുതിയ കലാരീതികൾക്കും കലാപ്രവർത്തകർക്കും വേണ്ട പ്രോത്സാഹനം നൽകാൻ ഈ മ്യൂസിയത്തിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നു. കൂടാതെ 1 നൂറ്റാണ്ടിനിടയിൽ റബാത്ത് സമൂഹത്തിലും രാജ്യമൊട്ടാകെയും സംഭവിച്ച സാംസ്കാരിക മുന്നേറ്റങ്ങളെയും രചനകളിലൂടെ പ്രതീകവൽക്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല രചനകളും കേവലം കലാപരതയ്ക്കപ്പുറം കടന്നുപോയ കാലത്തെ സാംസ്കാരിക പശ്ചാത്തലം വരച്ചിടുന്ന സ്മാരകങ്ങൾ കൂടിയാകുന്നു. കലാസൃഷ്ടികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും കഴിഞ്ഞാൽ ഇതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനാകും. ഇതിനായി ഗൈഡുകളുടെ സേവനം മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സൃഷ്ടികൾക്ക് പുറമെ മ്യൂസിയം മന്ദിരവും കാണേണ്ട കാഴ്ച തന്നെയാണ്. മൂറിഷ് അറബ് ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മനോഹര നിർമ്മിതിയാണിത്. ഇനി കാണേണ്ടത് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ചെല്ല കാസിൽ. മധ്യകാലത്ത് മാറിനിറ്റ് മുസ്ലിം രാജവംശം സ്ഥാപിച്ച ശവസംസ്കാര കേന്ദ്രത്തിന്റെ അവശേഷിപ്പുകൾ സംരക്ഷിച്ചിട്ടുള്ള ഇടം. എന്നാൽ ഈ ഭാഗത്ത് ഏതാണ്ട് 3000 വർഷം മുൻപ് മുതൽ ജനവാസവും വാണിജ്യ കേന്ദ്രവും നിലനിന്നിരുന്നു. പിന്നീട് റോമൻ കാലത്ത് ഒരു കോളനിയായും ഇവിടെ മാറി. ഒടുവിൽ ക്ഷയിച്ചുപോയ സെറ്റിൽമെന്റിൽ 13ാം നൂറ്റാണ്ടിലാണ് ശ്മശാനം നിർമ്മിക്കപ്പെട്ടത്. കോട്ടകെട്ടി സംരക്ഷിച്ചിരുന്ന ശ്മശാനത്തിൽ ഉദ്യാനവും മോസ്കുകളും പവലിയനുകളും എല്ലാം ഉണ്ടായിരുന്നു. ആ കോട്ടയുടെയും നിർമ്മിതികളുടെയും അവശേഷിപ്പുകളാണ് ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് പൂർണ്ണമായും തകർന്നുപോയ സൈറ്റ് ലഭ്യമായ അവശേഷിപ്പുകൾ കൂട്ടിവെച്ച് പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. റോമൻ കാലത്തെ അവശേഷിപ്പുകൾ മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വിദേശ നാടുകളുമായി ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധങ്ങളെപ്പറ്റിയുള്ള ഒട്ടേറെ വിവരങ്ങൾ ഇവിടെ നിന്നും ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ചെല്ല ആർക്കിയോളജിക്കൽ സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഒരു ഗൈഡിന്റെ സേവനം തേടുന്നത് നല്ലതാണ്. റബാത്ത് നഗരം രൂപപ്പെട്ടതിന്റെ അടക്കം ഒട്ടേറെ സുപ്രധാന വിവരങ്ങൾ അവർ നിങ്ങളുമായി പങ്കുവെക്കും. നിലവിൽ ടൂറിസത്തിനും കൂടി പ്രയോജനപ്രദമാകും വിധം സൈറ്റിനെ നവീകരിച്ചിട്ടുണ്ട്. ഗാർഡനുകൾ, പുരാവസ്തു മ്യൂസിയം, വീഡിയോ പ്രദർശനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സജ്ജമാണ്. ഇനി നമുക്കൊരു മൃഗശാല കണ്ടുവരാം. റബാത്ത് സൂ. ആഫ്രിക്കൻ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ നൽകിയിട്ടുള്ള പ്രദർശന കേന്ദ്രമാണിത്. കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൊറോക്കോയിൽ കണ്ടുവരുന്ന മൃഗങ്ങളെയും. അതുകൊണ്ട് തന്നെ പ്രാദേശിക ആവാസ വ്യവസ്ഥയെയും ജീവി വൈവിധ്യത്തെയും പറ്റി റബാത്ത് സൂവിൽ കൂടുതൽ അറിയാനാകും. മരുഭൂമിയിൽ വസിക്കുന്ന അപൂർവയിനം ജീവികളാണ് സൂവിന്റെ മറ്റൊരു പ്രത്യേകത. വിദേശികളായ ടൂറിസ്റ്റുകൾക്ക് ഈ മൃഗശാല വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും സമ്മാനിക്കുക.
രൂപകൽപ്പനയിലെ ആധുനികതയാണ് റബാത്ത് സൂവിനെ ആകർഷകമാക്കുന്ന മുഖ്യ ഘടകം. കൂടുകൾക്ക് പകരം സ്വാഭാവിക ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്നു. ഇതുവഴി കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിതം മൃഗങ്ങൾക്ക് നൽകാനാകും. പല വിഭാഗങ്ങളായി റബാത്ത് സൂവിനെ വേർതിരിച്ചിട്ടുണ്ട്. അറ്റ്ലസ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ മൊറോക്കോയിൽ കാണപ്പെടുന്ന മൃഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബർബാറി വിഭാഗത്തിൽപ്പെട്ട സിംഹം അടക്കമുള്ള വിവിധയിനം മൃഗങ്ങളെ ഇവിടെ കാണാം. ഡെസേർട്ട്, സാവന്ന, വെറ്റ്ലാൻഡ്സ്, ട്രോപ്പിക്കൽ എന്നിവയാണ് സൂവിലെ മറ്റ് വിഭാഗങ്ങൾ. ഉരകവർഗങ്ങൾക്കായി പ്രത്യേകം പ്രദർശനം റബാത്ത് സൂവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ജിറാഫ് പോലെ അപകടകാരികളല്ലാത്ത മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനും സൂവിൽ അവസരമുണ്ട്. നാം അവസാനമായി പോകുന്നത് ഒരു ബീച്ച് ഡെസ്റ്റിനേഷനിലേക്കാണ്. ബോസ്നിക്ക പ്ലാഷ്. വീതിയുള്ളതും നീളമേറിയതുമായ മണൽപ്പരപ്പുള്ള മനോഹരമായ ബീച്ച്. ആഴം കുറഞ്ഞ തീരമായതിനാൽ അപകടഭയമില്ലാതെ കടലിൽ നീന്താനാകും. കുട്ടികൾക്കടക്കം ജലകേളികൾക്ക് അനുയോജ്യമാണിവിടം. സ്വർണ്ണ നിറമുള്ള മണൽ നിറഞ്ഞ തീരം സുന്ദരമാണ്. അതോടൊപ്പം കടുന്നീല കടലും കൂടി ചേരുമ്പോൾ ബീച്ച് സവിശേഷമായ ദൃശ്യാനുഭവമായും മാറുന്നു. വാട്ടർ സ്പോർട്സ് ആണ് ബോസ്നിക്ക പ്ലാഷിലെ പ്രധാന ആക്ടിവിറ്റി. ജെറ്റ് സ്കീയിങ്, പാഡിൽ ബോർഡിംഗ്, സർഫിംഗ് എന്നിങ്ങനെ ഒട്ടേറെ ജലവിനോദങ്ങൾ ആസ്വദിക്കാൻ ഇവിടെ അവസരമുണ്ട്. മേഖലയിലെ പ്രധാനപ്പെട്ട സർഫിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടിയാണിത്. തീരത്ത് കാഴ്ചകൾ കണ്ട് നടക്കാൻ നീളമുള്ള വോക്ക്വേ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. പാതയോരത്ത് റെസ്റ്റോറന്റുകളും പബ്ബുകളും സുവനീർ ഷോപ്പുകളും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പല നിലവാരത്തിലുള്ള റിസോർട്ടുകളാണ് ബോസ്നിക്ക പ്ലാഷിലെ മറ്റൊരാകർഷണം. മൊറോക്കൻ തലസ്ഥാനമായ റബാത്തിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. സുന്ദരമായ ഭൂപ്രകൃതി കൊണ്ടും സവിശേഷമായ സംസ്കാരം കൊണ്ടും ഈ നഗരം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. സഞ്ചാരികൾക്ക് വീണ്ടും വീണ്ടും വരാൻ പ്രേരണ നൽകും വിധം ആകർഷകമാണ് റബാത്ത് നഗരം.